മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, ആദിജ്വാല തൃശൂർ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്യുന്നു. 5 വർഷത്തോളമായി കൈകൊട്ടിക്കളിയുമായി മുന്നോട്ട് പോകുന്ന മികച്ച കലാകാരികളാണ്. ശ്രീ അഞ്ജലി ബിജു, അവരെയും ജഡ്ജ്മെന്റിന് വേണ്ടി ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഈ വേദിയിലെത്തിയിലെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കും. നമുക്കറിയാം, വളരെ വാശിയേറിയ മത്സരമാണ് ഇന്നിവിടെ നടന്നത്. ആരും ഒട്ടും മോശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് ഏറെ പ്രയാസകരമായിരുന്നു. ഈ ജഡ്ജ്മെന്റ് നമ്മളെല്ലാവരും കാതോർക്കുകയാണ്. 1ാം സ്ഥാനക്കാർക്ക് നമ്മൾ നൽകുന്നത് 15,000 രൂപയും ട്രോഫിയുമാണ്. 2ാം സ്ഥാനക്കാർക്ക് നമ്മൾ നൽകുന്നത് 10,000 രൂപയും ട്രോഫിയുമാണ്. 3ാം സ്ഥാനക്കാർക്ക് നമ്മൾ നൽകുന്നത് 5,000 രൂപയും ട്രോഫിയുമാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് ജഡ്ജസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കളിച്ച എല്ലാ ടീമുകളും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ചു. ഇതിൽ പല ടീമുകളും തുടക്കം മുതൽ ഒടുക്കം വരെ എനർജി എല്ലാം കീപ്പ് ചെയ്തു. അതിൽ വളരെ എക്സലന്റ് എന്ന് പറയാൻ പറ്റുന്ന വളരെ കുറച്ച് 1-2 ടീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷൻ. അതിലാണ് നമുക്ക് മാർക്കിടാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. ബാക്കി ടീമുകൾ ഒരു ആവറേജ് അങ്ങനെ കളിച്ചു. അപ്പോൾ ഏറ്റവും നന്നായി കളിച്ച 3 ടീമുകൾക്കാണ് നമ്മൾ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും മാർക്കുകൾ കൂട്ടിയിട്ട് അതിൽ ഫസ്റ്റ് വന്ന, സെക്കൻഡ് വന്ന, തേർഡ് വന്ന ആളുകൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 3 ടീമിൽ ഒരു ടീമിലെ കുട്ടി ഇടയ്ക്ക് വീണു, വൈകിട്ട് വീണു. പക്ഷെ അവർ വളരെ ഭംഗിയായിട്ട് കളിച്ചായിരുന്നു, നല്ല ഭംഗിയായിട്ട് കളിച്ചായിരുന്നു. അപ്പോൾ ആ കുട്ടി വീണപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അത്ര ഭംഗിയായിട്ട് കളിച്ചു വന്നിട്ടാണ് കുട്ടി വീഴുന്നത്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യാം. 3rd പ്രൈസ് കോഡ് നമ്പർ 4. കോഡ് നമ്പർ 4. സ്വാഭാവികമായിട്ടുള്ള കണ്ട എല്ലാവരെയും അത്രയും കോരിതിരിപ്പിച്ച പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. അത് ഇവിടെ കളിച്ച ബാക്കി എല്ലാ കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നിന്നൊരു കളിയാണ് അവരുടേത്. കോഡ് നമ്പർ 1 അസ്ത്ര ഞാനക്കൽ. ആവേശോജ്വലമായിട്ടുള്ള വീരനാട്യ മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ചടുലമായിട്ടുള്ള പെർഫോമൻസുമായി, നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന പെർഫോമൻസുമായി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അസ്ത്ര ഞാറക്കൽ. ഒട്ടും മോശമല്ലാതെ അതിമനോഹരമായിട്ടുള്ള നൃത്തച്ചുവടുകളുമായി പിന്നാലെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു മഹാദേവ പലവു.
സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് ഏവർക്കും പരിചിതനായിട്ടുള്ള നമ്മളെല്ലാ ദിവസവും കാണുന്ന നമ്മളെല്ലാവരുടെയും വീട്ടംഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റിജാസ് ഡബ്ബറുകളി വെള്ളത്തരാതി അദ്ദേഹമാണ് ഇന്ന് ഇവർക്ക് സമ്മാനം നൽകുന്നത്. അദ്ദേഹത്തിന് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും സമ്മാനം നിർവഹിക്കുന്നതിന് വേണ്ടിയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൂട്ടുകാരെ വിദ്യാർത്ഥിയല്ലേ, എനിക്ക് അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇത്ര എനർജി നിങ്ങൾ കളിക്കുന്നത്? ഒരു രക്ഷയില്ല. എല്ലാ കുറുമ്പികളും കുറുമ്പന്മാരുടെ ഒരു എനർജി. ഞാൻ ഇന്നലെ വോളിബോൾ കളിക്കാൻ പോയപ്പോൾ തന്നെ ജസ്റ്റ് 15 മിനിറ്റ് പവർഫുൾ. എന്താ പറയാ, ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഈ കളി കൊണ്ട് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റിനും പിന്നെ എന്താ പറയാ, നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് വർക്കിനും നിങ്ങളുടെ എനർജിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ. അതുമാത്രമല്ല, ഈ ഒരു കല വീരനാട്യം എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം നമ്മുടെ കാട്ടൂരുകാർക്ക് ഒരുക്കി കൊടുത്ത കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിനും വലിയൊരു നന്ദി. അതുപോലെ തന്നെ മത്സരിച്ച എല്ലാ കുട്ടികൾക്കും വലിയൊരു കൈയ്യടി കൊടുക്കട്ടോ. ഒരു രക്ഷയില്ല. എനർജി എന്ന് പറയുന്നതാണ് എനർജി. അതുപോലെ തന്നെ എനിക്ക് സന്തോഷമായിട്ടുള്ളത് യൂട്യൂബേഴ്സ് ഉണ്ടോ, ഇഷ്ടംപോലെ യൂട്യൂബേഴ്സാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനൊക്കെ പണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ഷണറികൾ ഇങ്ങനെ കൂട്ടി വെക്കും. എന്നിട്ട് അതിൻ്റെ മേലാണ് ഫോൺ വെക്കാം. അതേപോലെ സ്റ്റാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് പോയിട്ട് കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ അവിടെ